സിദ്ധാർത്ഥ് ഞാൻ എന്താണ് ആ ഒരു ഡിസപ്പിയർ ഇൻടു ഇറ്റ് എന്ന് പറഞ്ഞതെന്ന് ഞാൻ ഇങ്ങനെ ഒളിവിൽ പോകാൻ തന്നെ കാരണം ഇറ്റ്സ് എ ചലഞ്ച്. നമ്മുടെ മസ്ക് തന്ന ചലഞ്ചില് ഞാൻ ഏറ്റെടുക്കായിരുന്നു. 4 മാസം ഡിസപ്പിയർ ആയിരുന്നു. ഈ ഒരു ഡിസപ്പിയറിംഗ് ഫേസിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? കയ്യിലിരിപ്പ് കാരണം ഇവൻ ആ കാറ്റഗറി ആണോ എന്ന് വരെ ആൾക്കാര് സംശയിച്ചു. ഒരു ആത്മാവ് 2 ശരീരത്തിൽ ഒരുമിച്ച് ഒരേ സമയത്ത് ഡ്വെല് എന്ന് വെച്ചാൽ റിസൈഡ് ചെയ്യണം, എന്ന് വെച്ചാൽ ജീവിക്കണതിനാണ്. ഇപ്പൊ സിദ്ധാർത്ഥ് പറഞ്ഞത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നോട്ട്ബുക്കിൽ എഴുതിയതിൻ്റെ പേരിൽ സ്കൂളിൽ എൻ്റെ ടീച്ചർ അത് കണ്ടെത്തുകയും അത് വലിച്ചു കീറി ചുരുട്ടി കൂട്ടി കളഞ്ഞൊരു ചരിത്രമുണ്ടായിരുന്നു. കഴിവില്ലാത്ത ജനിക്ക് ആരുമില്ല, അത് മനസ്സിലാക്കണം ആദ്യം. ആ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ എം സോറി. ഓക്കെ, അപ്പം ഈ ഡിസപ്പിയറിംഗ് ഫേസിനെക്കാട്ടിലും ഒരു ഡിസപ്പിയർഡ് ഫേസ് ആയിരിക്കും മേ ബി സിദ്ധാർത്ഥന് ആ ഒരു ആയിരം സീക്കത്. ഞാൻ ഹൈഡ് ചെയ്യും, പക്ഷെ ആരും സീക്കാൻ വരുന്നില്ല. SSLCക്ക് ഫുൾ A+ കിട്ടി എന്ന് കരുതി ഈ കാൺട്ട് ബി എ ടോപ്പർ ഇൻ ലൈഫ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ എനിക്ക് മനസ്സിലായത് ഫെയിലിയറാണ്. അധ്യാപകരുടെ അപ്രോച്ച് അവിടെ ചൂരനൊന്നുമില്ല. അവിടെ എത്ര ചൂരില്ല. ടീച്ചേഴ്സ് എന്താണ് അവനെ പഠിപ്പിക്കുന്നത്, ദാറ്റ് മേക്സ് ഹിം ദ നെക്സ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ബെസ്റ്റ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി അതൊരു ചേച്ചിയാ പറയാതെ പറഞ്ഞ പ്രണയമാണ്. അതെ, പറയാതെ പറഞ്ഞ് പ്രണയം. എന്റെ ഏജിലോ എന്നെ താഴെയുള്ളവരോടോ എനിക്ക് അങ്ങനെ ഇല്ല. ഏജിന് കൂടുതലുള്ള ആൾക്കാരുമായിട്ടാണ്. അതെ, അത് പറയുമ്പോ തന്നെ സിദ്ധാർത്ഥിന് ബ്ലഷ് ചെയ്യുന്നു. ഞാൻ സിദ്ധാർത്ഥിനെക്കാളും സീനിയർ ആയിട്ടുള്ള ഒരാളാണല്ലോ. പക്ഷെ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ആളാണോ? അല്ല, ചൈൽഡ് തന്നെ. Some people write poetry and some live in it, and there are a rare few who disappears into it. ആ ഡിസപ്പിയർ എന്നുള്ള വാക്ക് ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഗസ്റ്റ് തന്നെ നമ്മളോട് പറയും. ആൻഡ് ഇന്ന് ഫെയിം സ്റ്റെപ്പിൻ്റെ കൂടെ ഉള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് സിദ്ധാർത്ഥാണ്. ആൻഡ് സിദ്ധാർത്ഥ്, വെൽക്കം ടു ദ ഷോ. ആൻഡ് സിദ്ധാർത്ഥ് ഒരു റൈറ്ററാണ്, ഹീസ് എ പോയറ്റ് ആൻഡ് ഓൾസോ ഈസ് എ ഡ്രീമർ. ആൻഡ് സിദ്ധാർത്ഥ് ഞാൻ എന്താണ് ആ ഒരു ഡിസപ്പിയർ ഇൻടു ഇറ്റ് എന്ന് പറഞ്ഞതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഇറ്റ് വുഡ് ബി നൈസ്. ഡിസപ്പിയർ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാള് നമ്മുടെ ചലഞ്ചായിരുന്നു. അത് ചലഞ്ച് എന്താന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് ജയൻ്റായ എലൻ മസ്ക് ഒരു ചലഞ്ച് വെച്ചു. നിങ്ങൾ കുറച്ച് നാൾ ഒളിവിൽ പോയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ, നമ്മളിപ്പോൾ പറയും ചരിത്രത്തിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഒളിവിൽ പോയിട്ടുണ്ട്, അവരൊക്കെ കയ്യിലിരിപ്പുകാരനാണ്. ഉദാഹരണത്തിന് ഹിറ്റ്ലർ, ജാക്ക് ദ റിപ്പർ, മരിയ പറയും, നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ രാഷ്ട്രീയ ഒളിവ് അങ്ങനെ ജീവിതമൊക്കെ ഉണ്ട് കുറേ പേർക്ക്. അപ്പം ഞാനിങ്ങനെ ഒളിവിൽ പോകാൻ തന്നെ കാരണം ഇറ്റ്സ് എ ചലഞ്ച്. നമ്മുടെ മസ്ക് തന്ന ചലഞ്ചിൽ ഞാൻ ഏറ്റെടുക്കായിരുന്നു. ഈ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ വെറുതെ ചുമ്മാ നമ്മൾ എനിക്ക് വേണമെങ്കിൽ ഐഡിയ എവിടെ വേണമെങ്കിലും പോയി, പക്ഷേ ഈ ഐഡിയനെ തിരിച്ചു വരണം. യു ഷുഡ് റിട്ടേൺ ബാക്ക് ആൻഡ് കോൺട്രിബ്യൂട്ട് സംതിങ്. നമ്മുടെ മേഖലയിൽ എന്തെങ്കിലും കഴിവ്, ഒരു യുണീക്കായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അദ്ദേഹം, മസ്ക്. അപ്പം ഞാനിങ്ങനെ ഒളിവിൽ പോകാനായിട്ട് നിലവിൽ നമ്മൾ പണ്ട് കളിക്കുമ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കട്ടിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുക, അല്ലെങ്കിൽ വേറെ വല്ലവിടെയും പോയി ഒളിക്കുക, അല്ലെങ്കിൽ മച്ചിക്കറി ഒളിച്ചിരിക്കുക. പക്ഷെ നമ്മളിങ്ങനെ ഞാൻ ഹൈഡ് ചെയ്യാനായിട്ട് എൻ്റെ വീടിൻ്റെ റൂമിൻ്റെ അകത്ത് ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ട് ഞാൻ ചെയ്ത ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ വിത്തൗട്ട് വിസിറ്റിംഗ്, ഞാനൊരു 4 മാസമാണ് എൻ്റെ ചലഞ്ച്. 4 മാസം ഡിസപ്പിയർ ആയിരുന്നു. സോഷ്യൽ മീഡിയനെ ഡിസപ്പിയർ ചെയ്ത്, ഫ്രണ്ട് സർക്കിളിനെ ഡിസപ്പിയർ ചെയ്ത്, ഫാമിലിനെ ഡിസപ്പിയർ ചെയ്ത്, ബ്രദർ ജർമ്മനിയിലാണ്, ബ്രദറിനും ഞാൻ കോണ്ടാക്ട് ചെയ്തില്ല. അങ്ങനെ ഒളിഞ്ഞിരുന്ന് ഞാൻ എൻ്റെ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ അകത്തിരുന്നുകൊണ്ട് കഥ, കവിത, ലേഖനം മിക്ക രാജ്യങ്ങളിലും വിസിറ്റ് ചെയ്യാണ്ട് ആ രാജ്യങ്ങളിലെ ന്യൂസ് പേപ്പേഴ്സ്, ജേർണൽസ്, മാഗസിൻസിൽ എനിക്ക് എൻ്റെ കഥ, കവിത, ലേഖനം പബ്ലിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വന്നത്. 2 മാസം, ആദ്യത്തെ 2 മാസം ഞാൻ ഇന്ത്യ ഒന്നും കണ്ടിട്ടില്ല, ഡൽഹി കണ്ടിട്ടില്ല, കാശ്മീർ കണ്ടിട്ടില്ല, ഹൈദരാബാദ് കണ്ടിട്ടില്ല, പഞ്ചാബ്, നാഗാലാൻഡ്, ഇങ്ങനെ ഒരു സ്റ്റേറ്റും കാണാണ്ട് ആ സ്റ്റേറ്റുകളിൽ എൻ്റെ ആർട്ടിക്കിൾസ് അവിടുത്തെ ന്യൂസ് പേപ്പേഴ്സിൽ വരുത്തി ഫസ്റ്റ് 2 months. സെക്കൻഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ത്യ മൊത്തം ടൂർ അടിച്ച്, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോകം മൊത്തം ഒന്ന് കറങ്ങാനൊരു പ്ലാൻ. ഇപ്പം മാപ്പും
ഗ്ലോബൊക്കെ സെറ്റ് ചെയ്ത് വീട്ടിന്റെ അകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ഈ ആക്ടിവിറ്റി ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ, റഷ്യന്റെ സൈഡിലുള്ള സെർബിയ, ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട്, അങ്ങനെ കൺട്രീസിലെ ന്യൂസ് പേപ്പേഴ്സിൽ ലേഖനങ്ങളും കഥ, പോയിട്രി, സ്റ്റോറീസ് ഒക്കെ വരുത്തി നെക്സ്റ്റ് 2 months. ഇതൊക്കെ ഈ ഒളിഞ്ഞിരുന്നോണ്ടാണ്, പുറത്ത് ആരും അറിയണ പോലില്ല, ലോകം മാറിയോ എന്ന് പോലും അറിയില്ല. നമ്മുടെ കിം ജോങ് കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യാതെ അവിടുത്തെ ന്യൂസ് പേപ്പേഴ്സിൽ സിദ്ധാർത്ഥിന്റെ മുഖം വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അതെ അതെ. ആൻഡ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ ഒരു ഡിസപ്പിയറിംഗ് ഫേസിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ആ ഒരു ലൈക്ക് നമ്മളൊരു യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു പുതിയ സംഭവത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം ഓൾറെഡി ഡിസൈഡ് ചെയ്താണ്, ഓക്കെ ഞാൻ എഴുതാൻ പോവാണ്, അല്ലെങ്കിൽ മനസ്സിലൊരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അതോ ദാറ്റ് ഐഡിയ ആൻഡ് ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ് എല്ലാം ആ ഒരു ഡിസപ്പിയർ ചെയ്ത ഒരു പീരീഡിലായിരുന്നു? ഞാനിത് ചലഞ്ച് ഏറ്റെടുക്കുന്ന സമയത്ത് ഞാൻ മനസ്സിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കാന്ന്. അപ്പോൾ ഞാൻ അമ്മയാണ് ഏറ്റവും വലിയ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ. അപ്പം മദറോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കുറച്ച് നാൾ ഡിസപ്പിയർ ആണ്, വേറെ എവിടെയല്ല അമ്മേ, വീട്ടിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഈ പണി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, എനിക്കൊരു വെൽ പ്രീ പ്ലാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രീ പ്ലാൻഡ് അനുസരിച്ച് ഞാനിങ്ങനെ എന്താ പറയുക, നമ്മുടെ ഗാഡ്ജറ്റ്സ്, സോഷ്യൽ മീഡിയ ഗാഡ്ജറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്തു, മാക്സിമം അവോയ്ഡ് ചെയ്ത് വേറെ ആരെയും കാണാണ്ട് ഞാനിങ്ങനെ വീട്ടിൻ്റെ അകത്തും ഇടയ്ക്ക് വല്ലപ്പോഴും എന്ന് വെച്ചാൽ ഒരു 3-4 ദിവസം കൂടുമ്പോൾ വല്ലപ്പോഴും വീട്ടിന്റെ പുറത്തേക്ക് പോകും. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ ഡിഫിക്കൽട്ടി എന്താന്ന് വെച്ചാൽ ലോകം ആൾക്കാർ മാറി, പീപ്പിളുടെ കുറെ ആൾക്കാർ മാറി. ഈ ഡിസപ്പിയർ എന്ന് വെച്ചാൽ അത്ര ആൾക്കാരൊക്കെ ആക്സെപ്റ്റബിൾ അല്ല. നമ്മളെ പിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടുപെട്ട് നമ്മുടെ ആൾക്കാർ, ഇവനെ എന്താണ് ഉദ്ദേശിച്ചത് ഡിസപ്പിയർ എന്ന് വെച്ചാൽ കുറെ ആൾക്കാർ ഡിസപ്പിയർ ചെയ്യുന്നുണ്ട് കയ്യിലിരിപ്പ് കാരണം. ഇവനെ ആ കാറ്റഗറി ആണോ എന്ന് വരെ ആൾക്കാര് സംശയിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് പാടുപെട്ട് ആൾക്കാരെ ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കാൻ, അപ്പാർട്ട് ഫ്രം ദ ഫാമിലി, പുറത്തുള്ള മീഡിയയ്ക്കും ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കാൻ കുറച്ച് പാടുപെട്ട്. അതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി. ഇന്ത്യസ് പ്രിൻസ് ഓഫ് പെൻ എന്നൊരു ടൈറ്റിൽ ഞാൻ കണ്ടു ഒരു ആർട്ടിക്കിളില് സിദ്ധാർത്ഥിനെ പറ്റി. അത് കണ്ടപ്പോ സിദ്ധാർത്ഥിന്റെ ഒരു തോട്ട് എങ്ങനെയായിരുന്നു ആ ഒരു ഫസ്റ്റ് ആ ഒരു ടൈറ്റിൽ കണ്ടപ്പോ? തോട്ട് എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ എക്സൈറ്റഡാ, കട്ട എക്സൈറ്റഡ്. രണ്ടാമത് എന്താന്ന് വെച്ചാൽ വളരെ ഹാപ്പിയായി. ഒരു 26 വയസ്സുകാരന് ഒരു പ്രിൻസ് എന്നൊക്കെ ഒരു വേറെ ഏതോ ഒരു രാജ്യം നമ്മളെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ആ പ്ലഷർ, ആ ഒരു എന്താ പറയാ ഒരു പ്രൗഡ്നെസ് എത്രയാണെന്ന് അളക്കാൻ പറ്റില്ല നമുക്ക്. അതാണ് എനിക്ക് തോന്നുന്ന ഒരു ഇമോഷൻ. 26 വയസ്സാണെന്ന് ഇപ്പൊ സിദ്ധാർത്ഥ് പറഞ്ഞു. ആൻഡ് സിദ്ധാർത്ഥിന്റെ 24 ഇയേഴ്സിലാണ് സിദ്ധാർത്ഥ് 10 ബുക്കോളം പബ്ലിഷ് ചെയ്തത്. ആൻഡ് ഓൾസോ ആ ഒരു ടൈം ആ പീരീഡിൽ തന്നെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഹോൾഡർ ആയത് അല്ലേ, ഇഫ് ഐ എം കറക്റ്റ്? ഓക്കെ. ആ ഒരു പ്രായത്തിന്റെ ഇടയിൽ ഞാൻ ഒരു ബുക്ക് ബെസ്റ്റ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി സിദ്ധാർത്ഥിന്റെ വായിച്ചപ്പം എനിക്ക് മനസ്സിലായത് ഒരു സീനിയർ ഒരാളെ പ്രണയിച്ച ഒരു കഥയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് 2022 ആണ്. അപ്പം അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ആ ഒരു സീനിയർ ഓൾമോസ്റ്റ് 6 years നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറി ഒന്ന് നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ? അതെന്താന്ന് വെച്ചാൽ ബിക്കോസ് ആ ഒരു സ്റ്റോറി ഇൻസ്പയർ ആയിട്ടാണ് ഈ ബെസ്റ്റ് ലവ് എന്ന് പറഞ്ഞിട്ട് അത് ജീവിതത്തിൽ നിന്നുള്ള ആ നഷ്ടപ്രണയത്തെ പറ്റിയാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ടാണ് അത് ചോദിച്ചത്. തെറ്റല്ലെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നല്ലതായിരിക്കും. അയ്യോ, ചോദിച്ചത് വളരെ കറക്റ്റാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെ പ്രണയം എന്നെ പറ്റി ഒരു വേറൊരു ലേഖനം വന്നത് എന്താ പറയുക, പ്രണയിക്കാത്ത പ്രണയകവിന്ന. അപ്പൊ ഞാൻ ലൈഫില് ശരിക്കും തുറന്നു പറയുകയാണെങ്കിൽ ഈ ഐ ലവ് യു ആരും പറഞ്ഞിട്ടില്ല. എല്ലാരോടും പറഞ്ഞിട്ടുണ്ടാവും, എന്റെ ബ്രദറിന് പോലും ഉണ്ടാവും ആരെങ്കിലൊക്കെ, പക്ഷെ എനിക്ക് മാത്രം ഉണ്ടായിട്ടില്ല. അപ്പൊ അതിൻ്റെതായ പിന്നെ ഈ ബെസ്റ്റ് ലവ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് എങ്ങനെയാന്ന് വെച്ചാ അതൊരു ചേച്ചിയാ, പറയാതെ പറഞ്ഞ പ്രണയമാണ്. അതെ, പറയാതെ പറഞ്ഞ് പ്രണയം. ഞാനിങ്ങനെ കാത്തിരിക്കും, ഇന്ന് പറയും നാളെ പറയും. സിദ്ധാർത്ഥിന് പറഞ്ഞുകൂടായിരുന്നോ? അതും ഞാനും വിട്ടുപോയി. അല്ല, നിങ്ങൾ തമ്മിൽ എത്ര മാസം? ഒരു 5-8 മാസത്തിന്റെ ഒരു ജേർണി ആയിരുന്നു. അപ്പൊ ആ ടൈമിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യു ഗൈസ് നോ ഈച്ച് അതർ, അങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെന്ന്, പക്ഷെ പറയാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും പറയാൻ പറ്റിയില്ല. അങ്ങനെ അത് എന്താ പറയാ, ഒരു 5-8 മാസം ഇടയ്ക്ക് മീറ്റ് ചെയ്യും, ഇടയ്ക്ക് വല്ലവടി വെച്ച് കാണും, അങ്ങനെയൊക്കെ ഒരു ജേർണി ആയിരുന്നു.
പക്ഷെ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ മറന്നുപോയ ഏറ്റവും വലിയ ട്രാജഡി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല. ഓക്കെ. യഥാർത്ഥത്തിൽ അതിലേക്ക് പറഞ്ഞില്ല. അല്ല അത് ആ നഷ്ടം ആവാനുള്ള ഏത് ടൈമിലാണ് ഓക്കെ ഇത് കംപ്ലീറ്റ്ലി നിർത്തി ഇതിനി മുന്നോട്ട് പോകുന്നില്ല എന്ന് സിദ്ധാർത്ഥിന് തോന്നിയത്? അത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലായി 6 years അല്ലേ എന്നെക്കാട്ട്. അന്ന് എനിക്ക് 20. അല്ല അതൊന്നും ഇപ്പോഴത്തെ ഒരു ഇതില് വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണല്ലോ. എത്രയോ പേര് 10 years ഡിഫറൻസ് ഉള്ള ആൾക്കാർ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ വൈഫ് അത് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ 24 എന്തോ ഇത് 24. 6 years ഡിഫറൻസേ ഉള്ളൂ. അപ്പം പക്ഷെ അതല്ല ഞാൻ മനസ്സിലാക്കി എന്താ പറയുക, ഞങ്ങളുടെ റൂട്ട് ശരിയല്ല. കാരണം ഫാമിലി വേൾഡ് വാർ ആവും, World War 3 ഉണ്ടാവും, World War 3 കുടുംബത്തിനകത്ത് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല ഒരു ആൾക്കാർക്ക് അങ്ങനെ അക്സെപ്റ്റബിൾ അല്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ആൾക്കാർ സൊസൈറ്റിയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണോ സിദ്ധാർത്ഥ് നമ്മൾ സ്നേഹിക്കേണ്ടത്? അത് ഇപ്പൊ സിദ്ധാർത്ഥ് പറഞ്ഞത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഫാമിലി അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം ആ പ്രണയം തോന്നുന്നത് ഒരിക്കലും നമുക്ക് ആ ഒരു തോട്ട് വെച്ചിട്ടായിരിക്കരുതല്ലോ. അല്ലെങ്കിൽ പ്രണയിക്കുന്നത് ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ള ആളെ പ്രണയിക്കണം അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കണം എന്നല്ലേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. അല്ലാതെ ഫാമിലിയുടെ ഡെഫിനറ്റ്ലി അത് ഫാമിലി അക്സെപ്റ്റ് ചെയ്യണം, പക്ഷെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളൊരു തോട്ടിൽ അത് നിർത്തേണ്ടി വന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഞാൻ അന്നൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഓക്കെ ബേസിക്കലി. അപ്പോൾ സ്റ്റുഡൻറ് കാലത്തിൽ നമുക്ക് വലിയ ഹോപ്പില്ല, വേറെ ഒരു ഇതില്ല, കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. അല്ല സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നു ഇത് ആരോടെങ്കിലും ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ വീട്ടിൽ ആരോടെങ്കിലും എനിക്ക് ഇങ്ങനെ 6 വയസ്സ് മൂത്ത ഒരു ചേച്ചിയുമായിട്ട്, ചേച്ചി നല്ല ഡെഫിനറ്റ്ലി ഒരു പേര് കാണും, പക്ഷെ 6 വയസ്സ് മൂത്ത ഒരാളുമായിട്ട് എനിക്കൊരു പ്രണയമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പ്രണയം പറയണമെന്ന് വേറെ ഫ്രണ്ട്സിനോട് വല്ല ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത്? ഞാൻ എൻ്റെ പറഞ്ഞത് ഇത് പിന്നെ ഞാൻ പറയുന്നത് ആരോടാന്നറിയാം, ഇത് നടക്കുന്ന സമയത്ത് ആർക്കും അറിയില്ല. ഹിഡന നമ്മുടെ ഇപ്പൊ പറയല്ലേ ആ ചാർലി ചാപ്ലിന്റെ ആദ്യത്തെ പ്രണയം പുറത്ത് സമൂഹത്തിന് അറിയില്ല. അപ്പൊ അതേപോലെ പബ്ലിക്കിൽ അങ്ങനെ അറിയില്ല, ഹിഡൻ ആയിട്ടുള്ള ലവ്. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അമ്മേനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ചേച്ചി ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ, ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ചേച്ചീനെ. അപ്പം മദർ പറഞ്ഞു നീ എന്താ പറയേണ്ടിരുന്നത്, നീ എന്താ. അപ്പൊ അമ്മ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് പറഞ്ഞു. പിന്നെ ഞാനിത് എൻ്റെ 1-2 കസിൻസിനോട് ഞാൻ പറഞ്ഞു. അപ്പൊ അവരൊക്കെ പറഞ്ഞു നീ എന്താ പറയേണ്ടത്, അല്ലെങ്കിൽ ആ ചേച്ചി ഒന്ന് ഹിന്റെങ്കിൽ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ആ ചേച്ചി പറഞ്ഞേനെ, നിങ്ങൾ ഇത് വെറുതെ ചുമ്മാ ഒരു നേരം പോക്കായി മാറ്റിയത്. ഒരു 6-7 months അങ്ങനെ അതിനുവേണ്ടി മാത്രം പോയി വെറുതെ കാണാനും സംസാരിക്കാനും ഒന്ന് പിന്നീട് ഫീൽ ചെയ്തു അല്ലേ? ആൻഡ് ഞാൻ വായിച്ചാണ് സിദ്ധാർത്ഥിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഫസ്റ്റ് മോട്ടിവേഷൻ ഈ എഴുത്തിൽ അമ്മ പോയമൊക്കെ എഴുതുന്ന ആളാണ്. അപ്പം അമ്മയുടെ ഡയറിയിൽ നിന്നാണ് ഈ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്. അപ്പം ഏത് ഏജിലാണ് ഇനിഷ്യൽ ഫസ്റ്റ് സിദ്ധാർത്ഥിന് ഇങ്ങനെ എഴുതാനുള്ളൊരു കഴിവുണ്ട് അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും എന്ന് മനസ്സിലാക്കിയത്? ശരിക്കും മദറിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അൺകണ്ടീഷണൽ അല്ല, ശരിക്കും ഒരിക്കലും അതിന് ഒരു മെഷറബിൾ അല്ല മദറിന്റെ ഇൻസ്പിറേഷൻ. മദർ എനിക്ക് തോന്നുന്നു കോളേജ് ഡേയ്സിൽ ഡയറീസിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കഥ, കവിത, ചെറിയ ചെറിയ ആർട്ടിക്കിൾസ്, ചെറിയ ചെറിയ കൊട്ടേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെ പിന്നീടാണ് ഞാൻ കണ്ടുപിടിക്കണത്. എൻ്റെ ആദ്യത്തെ എഴുത്തെന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യണത് 6th standardലാണ്, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 11 വയസ്സ്. അപ്പം ഞാൻ അന്ന് എഴുതിയത് വലിയ ട്രാജഡിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ നോട്ട്ബുക്കിൽ എഴുതിയതിൻ്റെ പേരിൽ സ്കൂളിൽ എൻ്റെ ടീച്ചർ അത് കണ്ടെത്തുകയും അത് വലിച്ചു കീറി ചുരുട്ടി കൂട്ടി കളഞ്ഞൊരു ചരിത്രമുണ്ട് എനിക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് 11 വയസ്സ്. അപ്പൊ അങ്ങനെ എൻ്റെ അത് കീറി, ബുക്ക് കീറി, വലിച്ചു കീറി. ഞാൻ പഠിച്ചത് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലാണ്. അപ്പൊ കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അവിടെ. അപ്പൊ അവര് കീറി കളഞ്ഞു. അപ്പൊ അത് ആണ് എൻ്റെ ഫസ്റ്റ് ബ്രഷ് വിത്ത് പോയട്രി എഴുത്ത്. അപ്പോൾ പിന്നീട് ഞാൻ ഒരു 8ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോഴാണ് മദറിന്റെ ഈ ഡയറി ആസ് എ ക്യൂരിയസ് ചൈൽഡ്, നമ്മൾ പറയില്ലേ ക്യൂരിയസ്, കുറച്ച് കുസൃതിയും കുരുത്തക്കേടൊക്കെ കാണിക്കണ പിള്ളേരാകുമ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങും. ഒരു ചുമ്മാ അടങ്ങിയിരിക്കുന്ന ഒരാളല്ലേ, എവിടെയാണെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം. അപ്പം ഞാനിങ്ങനെ അമ്മയുടെ ഡയറി കണ്ടുപിടിച്ച്, ഡയറി കിട്ടിയതും ഞാൻ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ അതിൽ അമ്മയുടെ കുറെ വികാരങ്ങളാണ് ആ ഡയറിയിൽ എഴുതി വെച്ചിരിക്കണം അമ്മ. അതാണ് ഒരു എന്താ പറയുക ഒരു വലിയൊരു ഇൻസ്പിറേഷൻ. ആ ഡയറി ഒരു ഓപ്പണിംഗ് ആക്കി എനിക്ക്. ഓക്കെ. ആൻഡ് ഇപ്പം ഈ കുസൃതി ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ചോദിക്കുവാണ്, സിദ്ധാർത്ഥ് ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആണോ? നോട്ട് ചൈൽഡ്, ഇപ്പം ചൈൽഡ് അല്ല, പക്ഷെ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ആളാണോ? അല്ല, ചൈൽഡ് തന്നെ എന്റെ മനസ്സിൽ. ഞാൻ ചൈൽഡ്.
കാരണം എനിക്ക് 26 കണ്ടാ പറയോ? ഇല്ല 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 26 വയസ്സെന്ന് ഒരിക്കലും പറയത്തില്ല. ഐ എം സ്റ്റിൽ എ ബോയ്, യങ് ബോയ്. എന്റെ മനസ്സിൽ അങ്ങനെ തന്നെ ഞാൻ കൺസിഡർ ചെയ്യാറുള്ളൂ. നമ്മുടെ ഞാൻ പറയട്ടെ, ട്രംപ് എക്സെൻട്രിക്ക, സി ജിൻപിങ് ഇന്ത്യയുടെ ലീഡേഴ്സ് എക്സെൻട്രിക്ക, ചാപ്ലിൻ എക്സെൻട്രിക്ക, പല ആൾക്കാർ എക്സെൻട്രിക്ക, ഇൻക്ലൂഡിങ് മൈക്കിൾ ജാക്സൺ. അതുകൊണ്ട് എന്താ എനിക്ക് ആയിക്കൂടെ? അല്ല, ഞാൻ അതിനെ ഒരു പബ്ലിക്കലി സിദ്ധാർത്ഥിനെ മോശമാക്കാനായിട്ട് അല്ലെ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണോ എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ വെച്ച് ഞാൻ ജനറലി ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. ആൻഡ് അത് ആ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ എം സോറി. ഓക്കെ, അത് വളരെ എനിക്ക് വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം വേൾഡിലെ മിക്ക ലീഡേഴ്സും കാണിക്കുന്നത് കാണുമ്പോൾ അത് എക്സെൻട്രിക് അല്ല, മാഡ്നസ്സാ. അല്ല, സിദ്ധാർത്ഥിനോട് ഇത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ സിദ്ധാർത്ഥ് അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരാളാണോ എന്ന് ആരെങ്കിലും സിദ്ധാർത്ഥിനോട് വേറെ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ട്. കുറെ ആൾക്കാർക്ക് അറിയാം, അത്യാവശ്യം അറിയാം. ഈ എക്സെൻട്രിക് ക്യാരക്ടറുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഞാൻ. ചോദിച്ചിട്ടുണ്ട് ആൾക്കാർക്ക്. ഞാൻ സിദ്ധാർത്ഥിന്റെ ഒരു ആർട്ടിക്കിളിൽ വായിച്ചാണ് ദാറ്റ് യു ആർ ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ബൈറൺ, കീറ്റ്സ് ആൻഡ് നെറൂഡ. ആൻഡ് ഓൾസോ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ കേരളത്തിൽ ബോൺ ആൻഡ് റേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഓൾസോ നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് റിച്ച് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ടൈംലെസ് ലിറ്ററേച്ചർ എന്ന് നമുക്ക് പറയാം. അപ്പം സിദ്ധാർത്ഥിനെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത് ഒരു ഗ്ലോബൽ ക്ലാസിക് ആണോ ഓർ നമ്മുടെ ആ ഒരു കൾച്ചറൽ സോയിൽ ഓഫ് കേരള ആണോ? അങ്ങനെ പറയണത് അത് ശരിക്കും ഡിഫിക്കൽട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടും എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എഴുത്തുകാരെന്ന് പറഞ്ഞാൽ മൊത്തം ഇംഗ്ലീഷ് കവികളാണ്. അവർ വേൾഡ് ലിറ്ററേച്ചറിന്റെ ഭാഗമാണ്. ബൈറൺ, കീറ്റ്സ്, പിന്നെ നെറൂഡ, ഷേക്സ്പിയർ, പിന്നെ അങ്ങനെ കുറെ ടി.എസ്. എലിയറ്റ്, കുറെ എലിയറ്റ്, അങ്ങനെ കുറെ എഴുത്തുകാരാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. കമ്മിങ് ടു ദ റൂട്ട്സ്, നമ്മൾ റൂട്ട്സ് പറയുകയാണെങ്കിൽ ഐ വാസ് ബോൺ ഇൻ പാലക്കാട് ആൻഡ് ഐ വാസ് കംപ്ലീറ്റഡ് മൈ എഡ്യൂക്കേഷൻ ഫുള്ളി ഇൻ കൊച്ചി. ആൻഡ് മൈ ഓൺലി കണക്ഷൻ വിത്ത് കേരളയായിട്ടുള്ള ഈ കൾച്ചറൽ ലിങ്ക് എന്ന് പറയുന്നത് അത് എൻ്റെ റൈറ്റിങ്ങിൽ വലുതായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല. കാരണം ഞാൻ ശരിക്കും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈറ്റർ അല്ല. ഐ ഓൾവേസ്, ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇമാജിനേഷനാണ് എടുക്കുന്നത്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആ ലവ് ആയിട്ട് മാത്രമേ ഉള്ളൂ. ബെസ്റ്റ് ലവ് ലൈഫിൽ നിന്നുള്ള ഒരു ബെസ്റ്റ് ലവ് എന്നുള്ള സ്റ്റോറി മാത്രം. ബെസ്റ്റ് ലവ് എന്നാ ചുരുക്കി പറയുകയാണെങ്കിൽ ദാറ്റ് നെവർ ഹാപ്പൻഡ് ശരിക്കും. അപ്പൊ അങ്ങനെ എന്താ പറയാ, അങ്ങനെ വേൾഡ് ലിറ്ററേച്ചറിലെ കവികള് ബൈറൺ ഞാൻ ബൈറന്റെ ആരാധകനാണ്, ലോർഡ് ബൈറന്റെ. അപ്പൊ അതായിരിക്കും ഒരു ഗ്ലോബൽ സെറ്റിംഗ് ആയിരിക്കും എന്നെ കൂടുതലും എഴുത്തിലേക്കും എൻ്റെ കവിതയിലേക്കും ഇൻഫ്ലുവൻസ് ചെയ്തത് ശരിക്കും. സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ ലൈക്ക് ഓൾറെഡി പറഞ്ഞു, ആദ്യമൊക്കെ ഒരു എഴുതിയ കവിതകളൊക്കെ ചുരുട്ടിക്കൂട്ടി കളഞ്ഞിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥ തന്നെ പറഞ്ഞു. പക്ഷെ അതേപോലെ തന്നെ ഞാൻ സിദ്ധാർത്ഥിന്റെ ഒരു ഇത് വായിച്ചപ്പോൾ അതിലും പറയുന്നുണ്ട് ടീച്ചേഴ്സിന്റെ മോട്ടിവേഷൻ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ആ ഒരു പോയംസ് എഴുതാനാണെങ്കിലും. ആൻഡ് സിദ്ധാർത്ഥ് എഴുതിയ പോയംസ് ഒക്കെ ഇംഗ്ലീഷിലുമാണ്. അപ്പൊ അത് എങ്ങനെയായിരുന്നു? അത് വീട്ടിൽ നിന്ന് ആരെങ്കിലും ആ ഒരു ബേസിക് ആ ഒരു ലാംഗ്വേജിന് ആ ഒരു ഇത് കിട്ടിയത് എവിടുന്നാണ്? ലാംഗ്വേജ് എവിടെന്നാന്ന് വെച്ചാൽ ഞാൻ പഠിച്ച സ്കൂള് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളാണ്. അപ്പൊ അവിടെ എനിക്ക് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ സപ്പോർട്ട് എന്ന് പറയുന്നത്, ഞാനൊരു 8th സ്റ്റാൻഡേർഡിലാണ് എനിക്കൊരു സപ്പോർട്ടായിട്ട് ഒരു ടീച്ചർ വരുന്നത്, ബ്രിൻസൽ മിസ് എന്ന് പറഞ്ഞിട്ട്. മിസ് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യും. എൻ്റെ ഈ കഴിവ് ശരിക്കും എന്താണ് കഴിവെന്ന് കണ്ടെത്തി മിസ്. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ചുമ്മാ എഴുതിയതൊക്കെ മിസ് അന്ന് വെറുതെ മിസ് കറക്റ്റ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. അതാണ് ഒരു പക്ഷേ എൻ്റെ ഒരു ടീച്ചേഴ്സിന്റെ സപ്പോർട്ട്. ഏറ്റവും കൂടുതൽ എന്നെ സ്കൂളിൽ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 10th വരെ SSLC വരെയുള്ള എൻ്റെ സ്കൂളിൽ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബ്രിൻസൽ മിസ്സാണ്. ഒരിക്കലും മിസ്സിനെ മറക്കാനും പറ്റില്ല. പിന്നെ എന്നെ +1 +2 എൻ്റെ ഫീൽഡ് അല്ലെങ്കിൽ എൻ്റെ കഴിവ് ഇതിലാണ് കിടക്കുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്നത് ഫാദർ തോംസനാണ്, +2 ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പൊ അങ്ങനെ അവരൊക്കെയാണ് ഒരുപക്ഷെ എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ആസ് എ ഇൻഡിവിജ്വൽ, ആസ് എ ഹ്യൂമൻ ബീങ് എന്നെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നെ മദർ, ഓഫ് കോഴ്സ് മദർ ഉണ്ട്. മദറിന്റെ സപ്പോർട്ട് ഭയങ്കര ഹൈ ആണ്. ബ്രദർ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് പാത. ഈസ് എൻ എഞ്ചിനീയർ ആൻഡ് ഈസ് നൗ ഇൻ ജർമ്മനി ആൻഡ് അവൻ അവിടെ ഡാറ്റാ സയൻസ് പഠിക്കുക. അതേപോലെ ഒരു ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്, സഞ്ജയ് സൗരവ് ദാസ് അല്ലേ? സഞ്ജയ് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥ്. അപ്പൊ സഞ്ജയിനോട് ഈ ടൈമിൽ എന്താ പറയാനുള്ളത്? ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട്. ബേസിക്കലി സൗരവിന് ഒരു കോട്ടും സിദ്ധാർത്ഥ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇപ്പൊ പറയാമോ?
ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും വൺ ബോഡി വൺ സോൾ ഡ്വെല്ലിങ് ഇൻ ടു ബോഡീസ്. ഒരു ആത്മാവ് രണ്ട് ശരീരത്തിൽ ഒരുമിച്ച് ഒരേ സമയത്ത് ഡ്വെല്ല് എന്ന് വെച്ചാൽ റിസൈഡ് ചെയ്യണം എന്ന് വെച്ചാൽ ജീവിക്കുന്നതിനാണ് യഥാർത്ഥ സുഹൃത്ത് ബന്ധം. ഫ്രണ്ട്ഷിപ്പിനെ പറ്റി കോൾറിഡ്ജ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ഇസ് ഷെൽട്ടറിങ് ട്രീ. ഒരു തണൽ മരമാണ് ഒരു സുഹൃത്ത് ബന്ധം. നമ്മൾ എവിടെയെങ്കിലും വീണ് കിടന്ന ആ ഒരാൾ കൈ പിടിച്ച് നമ്മളെ ഉയർത്താനായിട്ടുള്ള ഒരു ഇൻസ്പയർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ശരിക്കും യഥാർത്ഥ സുഹൃത്ത് ബന്ധം. അപ്പൊ അവൻ സൗരവ് എന്ന് പറഞ്ഞ എനിക്ക് വളരെ എൻ്റെ സ്കൂൾ കാലം തൊട്ട് എന്നെ അറിയണ, ഞാൻ ആരാണ് അല്ലെങ്കിൽ ഞാൻ എന്ത് ക്യാരക്ടറാണ് എൻ്റെ, അതെല്ലാം കണ്ട് തേച്ച് മിനുക്കി എടുത്ത എൻ്റെ ഒരു വളരെ ആത്മബന്ധമുള്ള ഒരു ഫ്രണ്ടാണ്. ഞാൻ എന്നും ഓർക്കുവാണ് അവനെ. അവൻ ഇന്ന് എവിടെയാന്ന് ശരിക്കും എൻ്റെ അവന്റെ ഫാമിലി സെറ്റിൽഡ്, അവൻ വൈക്കുവാണ്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കൊക്കെ കാണും. അപ്പൊ അവനായിട്ടുള്ള ബന്ധം ഇനിയും തുടരാൻ ആണ്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. അതാണ് സൗരവ് എനിക്ക് എന്നോട്. ആൻഡ് ഓൾസോ എനിക്ക് സിദ്ധാർത്ഥിനോട് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ സിദ്ധാർത്ഥിന്റെ 23 അല്ലെങ്കിൽ 24 വയസ്സിലാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അല്ലെങ്കിൽ അത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ ആകുന്നത്. അപ്പം ആ ഒരു ഇപ്പോഴത്തെ യങ് ജനറേഷനോട് സിദ്ധാർത്ഥിന് ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറേ കുട്ടികൾ എഴുതാനായിട്ട് താല്പര്യമുള്ള കുട്ടികളുണ്ടായിരിക്കും, വായിക്കാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഇനിയും വളർന്നു വരുന്ന ഒരു യങ് ജനറേഷന് ഒരു മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും സിദ്ധാർത്ഥിൻ്റെ ഒരു മെസ്സേജ് അവർക്ക് വേണ്ടിയിട്ട്? ഞാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ മെസ്സേജ് കൊണ്ട് എന്താണ് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടൊക്കെ അത്ര വലിയ പേഴ്സണാലിറ്റി ഒന്നും ആയിട്ടില്ല ബേസിക്കലി. എന്നാലും ഞാൻ മനസ്സിലാക്കിയ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഫീൽഡാണെങ്കിലും ആ ഫീൽഡിൽ എന്താണ് ഇപ്പം ഞാൻ പറയില്ലേ, നമ്മളിപ്പം പടം വരച്ചു, ഒരാളെ കാണിക്കാൻ ധൈര്യമില്ല, എഴുതി നോട്ട്ബുക്കിന്റെ അകത്ത് എഴുതി അത് സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് പുറത്തറിയാണ്ട കഴിവുകൾ മൂടി വെച്ച് ഹൈഡ് ചെയ്തിട്ട് കാലവും കഴിഞ്ഞു പോയി, വർഷവും കഴിഞ്ഞു പോയി, ആരും അറിഞ്ഞില്ല ഇങ്ങനെ ആൾക്കാരെ. എന്താണ് അവസാനം എന്ത് പറ്റും? ഗ്രേവ് അല്ലേ, ശവകുടീരത്തിൽ കുഴിച്ചു മൂടാനുള്ള അവസ്ഥയാവും. അപ്പൊ അതിന് പകരം നമുക്ക് ആദ്യം വേണ്ടത് എന്താ പറയുക, എനിക്ക് മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ, നമുക്കൊരു ധൈര്യം വേണം. നമ്മൾ ഏത് കലയാണെങ്കിലും ആർട്ടാണെങ്കിലും നമുക്ക് ആദ്യം ബേസിക്കലി വേണ്ടത്, ഞാൻ എഴുതിയത് ആദ്യകാലത്ത് എനിക്ക് നല്ല ഭയമായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ എന്നെ വലിച്ചു കീറിയൊരു ചരിത്രമുണ്ട് എനിക്ക്. അപ്പൊ ആ വലിച്ചു കീറി ഒട്ടിച്ച് ഒരു ഫ്രെയിം ചെയ്ത ഒരു ട്രാജിക് എപ്പിസോഡ് ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, ആദ്യം എല്ലാവർക്കും കഴിവുകളുണ്ട്, ലോകത്തെ എല്ലാവർക്കും കഴിവുണ്ട്, കഴിവില്ലാത്ത ജനിക്കാൻ ആരും ഇല്ല, അത് മനസ്സിലാക്കണം ആദ്യം. അപ്പൊ ഈ കഴിവ് കണ്ടെത്തുക മാത്രം പോരാ, അതിന് എന്താന്ന് വെച്ചാൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ധൈര്യം. യു നീഡ് എ കറേജ് ടു ഷോക്കേസ് ബിഫോർ ദ വേൾഡ്. ലോകത്തിന്റെ മുന്നിൽ ഞാൻ ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു വ്യക്തിയാണ്. ഇപ്പൊ ഞാനിപ്പോ കാണാണ്, ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, അവർക്കും കഴിവുണ്ട്, എല്ലാവർക്കും കഴിവുകളുണ്ട്. ഞാൻ എന്താണ്, ഇഫ് യു ആർ ബോൺ ആസ് എ ഹ്യൂമൻ യു ഹാവ് ദ ടാലന്റ് പൊട്ടൻഷ്യൽസ്. 100% കഴിവില്ലാത്ത ആരുമില്ല. എന്തിന് ഓട്ടിസം പിടിച്ച പിള്ളേർക്ക് വരെ കഴിവുണ്ട്. അപ്പം അല്ല, ഞാൻ സിദ്ധാർത്ഥ് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഈ ഡാൻസ് കളിക്കുന്ന അല്ലെങ്കിൽ പാട്ട് പാടുന്ന കുട്ടികളൊക്കെ, നല്ല പാട്ട് പാടുന്ന കുട്ടികളൊക്കെ പാടുമ്പോൾ ഇതൊരു ബോൺ സിംഗറാണ് അല്ലെങ്കിൽ ബോൺ ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഒരു പോയറ്റ് അല്ലെങ്കിൽ ഒരു റൈറ്ററിന് അവരൊരു ബോൺ റൈറ്റർ ആണ് എന്ന് പറയാറുണ്ടോ? അല്ലെങ്കിൽ സിദ്ധാർത്ഥ് ഒരു ബോൺ റൈറ്റർ ആണെന്ന് സിദ്ധാർത്ഥിന് തോന്നുന്നുണ്ടോ? ഞാൻ ബോൺ ആണോ എക്സ്പീരിയൻസ്ഡ് ആണോ അതോ ഇനി ജീവിത സാഹചര്യങ്ങൾ കൂടെ കടന്നുപോയതിൻ്റെ എന്നെ എഴുത്തുകാരനാക്കിയോണോ എന്ന് എനിക്ക് ഇപ്പോഴും അതിന് എന്താ പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഞാൻ ബോണാ. കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിന് ആരും അങ്ങനെ വലിയ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഇല്ല ശരിക്കും. അപ്പൊ ഞാൻ ബോൺ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇനി എൻ്റെ മദറിന്റെ സൈഡിന് മദർ അത്യാവശ്യം എഴുതും. ഈ അമ്മയ്ക്ക് നടക്കാണ്ട പോയ സ്വപ്നമാണോ മകനിലൂടെ എഴുത്ത് വരുന്നത്, അതും ഒരു ചോദ്യമാണ് അവിടെ. അതാവാൻ ചാൻസ്. പക്ഷെ ബോൺ വിത്തൗട്ട് ഈ ടാലന്റ് ഇല്ലാണ്ട് നമ്മളെ തന്നെ വിശ്വസിക്കണം. യു ആർ ടാലന്റഡ്. അതാണ് ബേസിക്കലി. ആ നമ്മളെ തന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. യു ഡോണ്ട് നീഡ് എനി അതർ വൺസ് ഹെൽപ്പ്. പുഷ് ചെയ്യാൻ ആരും വേണ്ട. ഞാൻ ഡെയിലി എഴുതും, ഡെയിലി പത്രത്തിലും വരും. അപ്പൊ എനിക്കറിയാം ഞാൻ ഐ ആം എ ബോൺ ഫോർ ദിസ് വിങ്സ്.
അതേപോലെ തന്നെ ഈ 10 ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് മുമ്പ് ആരായിരുന്നു സിദ്ധാർത്ഥിനെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താണെങ്കിലും പല ആൾക്കാരെ മീറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട്, നമുക്കൊരു ഇനിഷ്യൽ ഓക്കെ ഇത് പബ്ലിഷ് ചെയ്താൽ നല്ലതാണ് എന്ന് സിദ്ധാർത്ഥിനോട് പറയും, അല്ലെങ്കിൽ ആ ഒരു കറക്ഷൻ തരുകയും, അല്ലെങ്കിൽ ഇത് നമുക്ക് പബ്ലിഷ് ചെയ്യാം മുന്നോട്ടേക്ക്, ഇതിനൊരു അല്ലെങ്കിൽ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അല്ലെങ്കിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്കൊക്കെ എത്തിപ്പെട്ട ആ ഒരു ഫേസിനെ പറ്റി, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അതിന് മുമ്പായിട്ട് സിദ്ധാർത്ഥ് എടുത്തതെന്നൊന്ന് പറയാമോ? കാരണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇതിൽ എത്തിപ്പെടണം, ഇങ്ങനൊരു റെക്കോർഡ് ഹോൾഡർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ കാണും. പക്ഷെ ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടണം, അല്ലെങ്കിൽ ഇതിലേക്ക് എങ്ങനെ ആരെ അപ്രോച്ച് ചെയ്യാം എന്നൊക്കെ അറിയാത്തതായിട്ടുള്ള ആൾക്കാർ കാണും. അപ്പം അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് സിദ്ധാർത്ഥ് എടുത്തതെന്നൊന്ന് ആ ഒരു പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നല്ലതായിരിക്കും. ബേസിക്കലി ഞാൻ റെക്കോർഡ് ഹോൾഡർ, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ ആവാൻ തന്നെ എന്താണ് അതിന്റെ മെയിൻ കാരണം, എൻ്റെ ഒരു 10 ബുക്കിനാണ്, ഒരു വർഷത്തിന് 10 ബുക്കിനാണ് എനിക്ക് ഈ റെക്കോർഡ് കിട്ടിയത്. ആ റെക്കോർഡ് ഞാൻ കരസ്ഥമാക്കാൻ എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഒരു വർഷം 10 ബുക്ക്, എന്റെ ആദ്യത്തെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ എല്ലാ ഇനിഷ്യേറ്റീവ് എടുത്തത് മദറാണ്. മദറിന്റെ ഒരു എഫേർട്ടാണ് ഫസ്റ്റ് ബുക്ക്, ദ സോൾഫുൾ മെലഡീസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ബുക്ക് വരുന്നത്. അതിനുശേഷം ഞാനിങ്ങനെ ഓരോ പബ്ലിക്കേഷനെ ഹണ്ട് ചെയ്ത് കണ്ടുപിടിച്ച് എന്നിട്ട് പബ്ലിഷ് ചെയ്ത് വന്ന്. അപ്പൊ നമുക്ക് ഈ പബ്ലിഷ് ചെയ്ത് ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മളിപ്പം സ്പോർട്സിലാണ് ഏറ്റവും കൂടുതൽ റെക്കോർഡ് കേട്ടിരിക്കുന്നത്. അപ്പൊ എഴുത്തിൽ എങ്ങനെയാ റെക്കോർഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊക്കെ ചിന്തിച്ചു നോക്കി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന അവർ തരുന്ന ഒരു റെക്കോർഡാണ്. അപ്പൊ നമ്മൾ എപ്പോഴും കേട്ടിട്ട് ഉസൈൻ ബോൾട്ട് റെക്കോർഡ് ഉണ്ടാക്കി, അയാളുടെ തന്നെ റെക്കോർഡ് പൊളിച്ചു. പിന്നെ അതേപോലെ തന്നെ എന്താണ് എഴുത്തില് എനിക്കൊരു അതേപോലെ റെക്കോർഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ, ഞാൻ ആലോചിച്ചപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഉണ്ടെന്ന്. നമ്മളെല്ലാ മിക്ക പിള്ളേരും പടം വരയ്ക്ക് റെക്കോർഡ് കിട്ടുന്നുണ്ട്. ഞാനിപ്പോ റൈറ്റിംഗ് ഇതൊരു റെക്കോർഡാക്കാൻ പറ്റും എനിക്ക് എന്നാലോചിച്ച് ഞാൻ നേരെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് അവരുടെ ഓർഗനൈസേഷൻ സെർച്ച് ചെയ്ത്, അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ദർ ഇസ് നോ റെക്കോർഡ്. 10 വർഷം അല്ല, ഒരു വർഷത്തിന് 10 ബുക്ക് ഇറക്കിയ ആരും ഇല്ല ചരിത്രത്തില്. അതാണ് ഇപ്പൊ നമുക്ക് ഒരു ടൈമില് തന്നെ എഴുതാനായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരു വർഷത്തിൽ ഇത്രയും ബുക്ക് എഴുതി അത് പബ്ലിഷ് ചെയ്യാന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല. അപ്പം ഈ ഡിസപ്പിയറിംഗ് ഫേസിനെക്കാട്ടിലും ഒരു ഡിസപ്പിയേർഡ് ഫേസ് ആയിരിക്കും മേ ബി സിദ്ധാർത്ഥന് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ സിദ്ധാർത്ഥ് എന്താ പറയാൻ പോകുന്നത്? അതായത് ഞാൻ എപ്പോഴും എൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ റീസെന്റ് അച്ചീവ്മെന്റ് തന്നെ എനിക്കിഷ്ടം ഡിസപ്പിയറിങ്. കാരണം അവിടെ ആരും അറിയിക്കണില്ല, ഒളിഞ്ഞ് ഒരു സ്ഥലത്ത് മൂലയ്ക്ക് വെറുതെ ഇരുന്ന് എഴുത്തും വായനയും ഉറക്കവും കളഞ്ഞ്. കാരണം നമ്മുടെ ഇപ്പൊ ഇന്ത്യയിൽ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ രാത്രി 10 മണിയാണെങ്കിൽ, അല്ല 12 മണിയാണെങ്കിൽ, മിഡ് നൈറ്റ് ആണെങ്കിൽ കാനഡയിൽ അവിടെ രാവിലെയാ. അപ്പൊ മെയിൽ വരുന്ന അനുസരിച്ച് റിപ്ലൈ കൊടുക്കണം എനിക്ക്. ഇപ്പൊ ഞാൻ ഇംഗ്ലണ്ടിൽ രാവിലെ ആയിരിക്കും, ഓസ്ട്രേലിയയിൽ ആഫ്റ്റർനൂൺ ആയിരിക്കും, അങ്ങനെ ടൈം സോൺ. എനിക്ക് അതായിരുന്നു ഏറ്റവും ഇഷ്ടം. എൻ്റെ റെക്കോർഡിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൈഫില് ഈവന്റ് അല്ലെങ്കിൽ രംഗം എന്ന് പറഞ്ഞാൽ ഇതന്നെ, ഈ ഡിസപ്പിയറിങ്. കാരണം നമ്മൾ ആരും അറിയിക്കുന്നില്ല, നമ്മളൊരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ മാഞ്ഞു പോവാണ്, പൊതുസമൂഹത്തിന് മാഞ്ഞു പോവാണ്. ഈ വ്യക്തിനെ കാണുന്നില്ല, എവിടെയും കാണാനും പറ്റില്ല, ആരും കണ്ടുപിടിക്കാനും പറ്റില്ല. നോ വൺ ഈസ് ബോതേർഡ് അബൌട്ട് യു, നോ വൺ കംസ് ടു സീക്ക് യു. ആരും സീക്കത്, ഞാൻ ഹൈഡ് ചെയ്യും, പക്ഷെ ആരും സീക്കാൻ വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ. അല്ല, സിദ്ധാർത്ഥ് ഈ ഒരു എലോൺ മസ്ക് ചലഞ്ചിനെക്കാട്ടിലും മുമ്പേ ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. കാരണം ഇറ്റ്സ് നോട്ട് ഈസി ടു റൈറ്റ്, അല്ലെങ്കിൽ അത്രയും റൈറ്റ് ചെയ്ത് ആ ഒരു 10 ബുക്ക് പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും മാത്രം ഒരു കഷ്ടപ്പാട് ഇതിന്റെ പുറകിലുണ്ട്. അപ്പം അതിനുള്ളൊരു ഡെഫിനറ്റ്ലി റെക്കഗ്നിഷൻ ആണ് ഈ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരു കേരളത്തിലേക്ക് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരാളെ പറ്റി അറിയുമോ എന്ന് ചോദിച്ചാൽ ഒരു നോൺ ഫേസ് ആണോ സിദ്ധാർത്ഥ്? കേരളത്തിലെ മീഡിയസിന്റെ ഇതൊരു എന്താ പറയാ ലൈം ലൈറ്റാ, സ്പോട്ട് ലൈറ്റാ. ഞാൻ സ്പോട്ട് ബോയ്, ഒരു എന്താ പറയാ, ഞാൻ എന്നെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത് എല്ലാ മീഡിയക്കാർക്കും മിക്ക ആൾക്കാർക്കും അറിയാം, ദ യങ് ബോയ് ഹു ലവ്സ് സീനിയേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാരെ പ്രണയിക്കണം എന്ന് നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ കാരണം അതിന് കുറെ ലൈഫ് ഇൻസിഡൻസ് ഉണ്ടല്ലോ നമുക്ക്. ഈ ആ ഡെഫിനിഷന് എന്നെ പറ്റി മിക്ക ആൾക്കാരെ എന്നെ പറ്റി അറിയാം. കാരണം എൻ്റെ ഏജിലോ എന്നെ താഴെയുള്ളവരോടോ എനിക്ക് അങ്ങനെ ഇല്ല, താല്പര്യം ഉണ്ടായിട്ടില്ല. ഇല്ല, എല്ലാം ഏജിന് കൂടുതലുള്ള ആൾക്കാരുമായിട്ടാണ്. അതെ, സീനിയേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാരെ അതാണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്നെ പത്രത്തിലും അത് പറയുമ്പോ തന്നെ സിദ്ധാർത്ഥിന് ബ്ലഷ് ചെയ്യുന്നു.
അല്ല, എനിക്കൊരു നാണം വരുന്നു സിദ്ധാർത്ഥിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോ. ഞാൻ സിദ്ധാർത്ഥിനെക്കാളും സീനിയർ ആയിട്ടുള്ള ഒരാളാണല്ലോ. ഓക്കെ, നമുക്ക് ആ ഒരു ഇതിലേക്ക് പോവണ്ട, നമുക്ക് ടോപ്പിക്ക് മാറിപ്പോവും. അപ്പം പറഞ്ഞു സിദ്ധാർത്ഥ്. ഇപ്പം സിദ്ധാർത്ഥ് ആദ്യം നമ്മൾ ചോദിച്ചത് ആ ഒരു ഇപ്പം മീഡിയയിൽ സിദ്ധാർത്ഥിന് ആ ഒരു മാക്സിമം ഒരു കവറേജ് കിട്ടിയിട്ടുണ്ട് അല്ലേ കേരളത്തിൽ. അതെ. അപ്പം സിദ്ധാർത്ഥിനെ പോലെ ആകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ജസ്റ്റ് ഒരു 1 ലൈനിൽ ദിസ് ഈസ് മീ, അല്ലെങ്കിൽ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരാളെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് സിദ്ധാർത്ഥ് എന്നൊരു 1 ലൈനിൽ സിദ്ധാർത്ഥിനോട് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്? എന്നെ പറ്റി ഡിഫൈൻ ചെയ്യാൻ തന്നെ വലുതായിട്ടൊന്നും ഞാൻ അങ്ങനെ എന്താണ് ഞാൻ പറയുകയാണെങ്കിൽ ഐ ബിലീവ് ഇൻ മൈ സെൽഫ്. എന്നെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ എന്നെ വിശ്വസിച്ചിട്ട് വേറെ ആരെയും വിശ്വസിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ ഈ ലോകത്ത് ദിസ് ഇസ് 21st സെഞ്ച്വറി, ഈ 21ാം നൂറ്റാണ്ടിൽ ഇമ്പോസിബിളിന് ഒരു സാധ്യതയില്ല. ദർ ഇസ് നത്തിങ് ഫോർ ആൻ ഓപ്ഷൻ ഓഫ് ഇമ്പോസിബിൾ. ഒരു ഡോറ് ഞാൻ മെയിനായിട്ട് മനസ്സിലാക്കുന്നതോ, ഇഫ് 1 ഡോർ ഇസ് ക്ലോസ്ഡ്, ഒരു ഡോറ് ക്ലോസ് ആയി കഴിഞ്ഞാൽ വേറെ ഒരു 100,000 വാതിലുകൾ തുറക്കും. അതേപോലെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ വേറെ 100,000 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പം മനസ്സിലാക്കുന്നത് പത്രത്തിൽ സൂയിസൈഡാണ്. എല്ലാവരും സൂയിസൈഡിൽ നിന്നുള്ളൊരു ടെൻഡൻസി ഓപ്ഷൻ കണ്ടെത്താൻ, ഇത് ചെയ്തില്ല നെക്സ്റ്റ് ഡേ ആത്മഹത്യ. എന്തിനാ? ഫോർ വാട്ട്? അപ്പോൾ എന്താണ് എത്രയോ ആൾക്കാർ ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൊളിറ്റീഷ്യൻസൊക്കെ എന്നോ ആത്മഹത്യൻ്റെ കാലം കഴിഞ്ഞു, നമ്മുടെ കാണിച്ചു കൂട്ടതിന്. അപ്പം ഞാൻ പറയുകയാണ്, നമ്മൾ ഈ ഒരു ലോകത്തിനെ എന്താ പറയുക, നമ്മളൊരു ഫേസ് ടു ഫേസ് ആയിട്ട്, നമ്മളൊരു ഹാപ്പി ഫേസ് ടു ഫേസ് ആയിട്ട് നേരിടാൻ എക്സ്പീരിയൻസസ്. പിന്നെ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി എന്താ പറയുക, ഞാൻ എന്തും നേരിടും. എനിക്കങ്ങനെ ഒരു ഉളുപ്പില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്ത് കേട്ടാലും ഒരു കുഴപ്പമില്ലാണ്ട് നേരിടും. ഞാൻ എവിടെയാണ് ഞാൻ കയറി ചെല്ലും, ഏത് സ്ഥലത്താണ് ഞാൻ കയറി ചെല്ലും. അപ്പം എന്നെ പോലെ ആവണം എന്ന് നിങ്ങൾ ധരിക്കണമെന്ന് ആൾക്കാരുണ്ടെങ്കിൽ യു ഓൺലി നീഡ് ടു ഫോക്കസ് ഓൺ യുവർ സെൽഫ് ഫസ്റ്റ്. അപ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തിനെ നേരിടാം. അപ്പോൾ അതാണ് എനിക്ക് എന്താ ഒരു പറയുക, ഒരു ഐ ക്യാൻ ഗീവ് എൻ മെസ്സേജ്, എൻ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മൈ സെൽഫ്. ഈ എഴുതാൻ ഇരിക്കുന്ന സമയത്ത് എഴുതാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥ, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കുറേ. ഇങ്ങനെ തിങ്ക് ചെയ്യും, പക്ഷെ ആ ഒരു ഐഡിയ ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ ആ ക്രിയേറ്റീവായിട്ടൊന്നും എഴുതാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അപ്പം ഈ ഒരു 10 ബുക്സ് പബ്ലിഷ് ചെയ്യണം എന്ന് ഓൾറെഡി പ്ലാൻ ചെയ്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റെക്കോർഡ് ഹോൾഡർ ആവണം എന്ന് സിദ്ധാർത്ഥ് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പക്ഷെ എഴുതാനിരിക്കുന്ന സമയത്ത് ആ ഒരു എഴുതാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നമ്മളെപ്പോഴും ഈ എഴുത്തെന്ന് പറയുന്നത് അത് ശരിക്കും എന്താ പറയുക, 2 തരം എഴുത്തുണ്ട് ഞാൻ മനസ്സിലാക്കി. എന്താ പറയുക, ഒന്ന് ഇമാജിനേഷൻ, മറ്റേത് റിയലിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എഴുതാം. നമ്മുടെ ഇപ്പം ലിയോ ടോൾസ്റ്റോയ് ഒക്കെ റിയലിസ്റ്റിക് റൈറ്റേഴ്സാണ്. ലിയോ ടോൾസ്റ്റോയ് ഉണ്ട്, ഇന്ത്യയുടെ ഗാന്ധിന്റെ ബുക്കൊക്കെ റിയലിസ്റ്റിക്, അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളാണ്. നെഹ്റുയുടെ, പിന്നെ എന്താണ് ആന്റോണിയോ ഗ്രംസിയുടെ, അങ്ങനെയൊക്കെ അവരൊക്കെ ജീവിതമാണ്. മറ്റേതൊക്കെ ഇമാജിനേഷനാണ്, കുറേയൊക്കെ ഒരു ഇമാജിനേഷൻ. ഞാനപ്പം മനസ്സിലാക്കിയത് എഴുതുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് എഴുത്ത് വരാത്ത കാലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും എനിക്ക് ഒരു ഷോണർ തന്നെ എഴുതാൻ പറ്റില്ല. ഇപ്പം ലവിനെ പറ്റി തന്നെ വർണ്ണിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാനപ്പോൾ വേറെ ഇപ്പം റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ പറയുന്ന സ്ഥലങ്ങളൊന്നും ഞാൻ വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഈ സ്ഥലങ്ങൾ കാണാത്ത സ്ഥലങ്ങളിൽ ഒരു തരത്തിലൊരു എന്താ പറയാ, ഒരു സർ റിയലിസ്റ്റ് എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ആണോ എന്നല്ല. അപ്പൊ അങ്ങനെയൊക്കെ എഴുതി എന്താ പറയാ, എന്റെ എക്സ്പീരിയൻസിനെ വളർത്തിയെടുക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്, എഴുത്തിനെയും വളർത്തിയെടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാനൊരു എന്താ പറയാ, എഴുത്ത് വരാത്ത സമയത്ത് ഞാൻ വേറെ എന്തെങ്കിലും ഒരു മൂഡായിരിക്കും. അല്ല, സിദ്ധാർത്ഥ് തന്നെ പറഞ്ഞു, സിദ്ധാർത്ഥ് ഇതുവരെ ഫ്ലൈറ്റിൽ പോലും കയറിയിട്ടില്ല എന്ന്. നമ്മൾ ഇതിനു മുമ്പ് ഒരു കോൺവെർസേഷൻ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പം ആ ടൈമിൽ എന്നോട് പറഞ്ഞതാണ്, ഞാനിതൊരു ഫ്ലൈറ്റിൽ പോലും കയറിയിട്ടില്ല, പക്ഷെ ഞാൻ എൻ്റെ ഫേസ് മോർ ദാൻ 45 കൺട്രീസിൽ ഇപ്പം ട്രാവൽ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഫ്ലൈറ്റിൽ എന്തുകൊണ്ടാണ് ഇപ്പം സിദ്ധാർത്ഥിന് വിചാരിച്ചാൽ ഇപ്പം അടുത്തൊരു സ്ഥലത്തോട്ട് ഫ്ലൈറ്റിൽ പോകാൻ താല്പര്യമുണ്ട്, പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഡെഫിനറ്റ്ലി സിദ്ധാർത്ഥിന് വിചാരിച്ചാൽ അത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ?
ഞാനതൊരു എന്താ പറയാ, ഇത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ചലഞ്ച്. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുക. കാരണം നമ്മള് അല്ലാതെ ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾ അതുകൊണ്ടാണോ, അതാണ് ഞാൻ ചോദിച്ചത്. എനിക്കൊരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഉള്ളത് കൊണ്ട് ഞാൻ ആ ഒരു എന്താ, അതല്ല, ഫ്ലൈറ്റിൽ പോകാൻ എന്ത് 2500 കൊടുത്താൽ ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോയി ഇറങ്ങി വരാം നമുക്ക് കൊച്ചിയിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്. പക്ഷെ അതല്ല, എനിക്ക് ഒരു അനുഭവം, ഒരു ഇമാജിനേഷൻ ഇത് ശരിക്കും എന്ന് വെച്ചാൽ ഒരു വേറൊരു ലോകം, പ്രത്യേക ലോകമായോണ്ട് ഞാൻ എന്താ പറയാ, ഐ റൺ അവേ ഫ്രം റിയാലിറ്റി. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എനിക്ക്. റിയാലിറ്റിയിൽ നിന്ന് ചെറുതായിട്ട് ഞാൻ മാറി നിന്നൊരു ക്യാരക്ടർ ഉണ്ട് എനിക്ക്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഫ്ലൈറ്റിന് എന്താ പറയാ, ഞാൻ വിത്തൗട്ട് ഫ്ലൈയിങ് എനിക്ക് അവിടെ റീച്ച് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. വിത്തൗട്ട് ഫ്ലൈയിങ് എനിക്ക് വേണമെങ്കിൽ ഫ്രാൻസിൽ എത്താം, എന്റെ കവിത അവിടെ എത്തിക്കാം, എനിക്ക് അമേരിക്കയിൽ എത്തിക്കാം, കാനഡയിൽ എത്തിക്കാം, ചൈനയിൽ എത്തിക്കാം, ചൈനയുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ പൊക്കത്ത് കൂടെ എനിക്ക് പറക്കാം വിത്തൗട്ട് വിസിറ്റിംഗ്. എന്റെ ഫേസ് അവിടെ എത്തിക്കും എനിക്ക്. അതാണ്. അല്ലാതെ ഫ്ലൈറ്റ് കയറാൻ 2500 കൊടുത്താൽ നമുക്ക് കയറാന്നേ ഉള്ളൂ. അത് അങ്ങനെ ഒരു രീതി പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇനി അതുകൊണ്ടാണോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ സിദ്ധാർത്ഥൻ എന്നുള്ള രീതി ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പം സഞ്ജയ് ഇപ്പം ഇത്രയും ബുക്സ് എഴുതിയിട്ടുണ്ട്. അപ്പം ഇപ്പം കറന്റ്ലി എന്താണ്, എന്ത് ഫേസിലാണ്, ആൻഡ് ഓൾസോ വേർ യു ആർ ഹെഡിങ് നെക്സ്റ്റ്? ഐ തിങ്ക് ഞാൻ മനസ്സിലാക്കിയത് എന്താ പറയുക, ഞാൻ ഇനിയും എഴുതണം, ഇനി എഴുതണം. എഴുതി 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 തേച്ച് മിനിക്കെടുത്ത ഒരു എക്സ്പ്രഷൻ എന്റെ ഈ ജേർണി എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ എന്താ പറയാ, പാരമ്പര്യമായിട്ട് എഴുത്തുകാരില്ല എന്റെ കുടുംബത്തില്. അതും എനിക്ക് ചോദിക്കാൻ, നമ്മൾ ഈ പാട്ട് പഠിക്കാൻ പോവും, അല്ലെങ്കിൽ ഡാൻസ് പഠിക്കാൻ പോവും, ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ പോവും, പക്ഷെ എഴുത്ത് പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. അതൊരിക്കലും പഠിക്കാൻ. അതാണ് ദാറ്റ് മേക്സ് ദ അതർ ആർട്സ് ഡിഫറെന്റ് ഫ്രം റൈറ്റിംഗ്. ലോകത്തെ എല്ലാ കലാരൂപങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം, ഇൻക്ലൂഡിങ് ഡാൻസ്. അഭിനയത്തിന് വരെ ഡ്രാമ സ്കൂൾ ഉണ്ട്. പക്ഷെ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറെ ഏജ് ആയി കഴിഞ്ഞിട്ടാണ് അവർക്ക് റൈറ്റിംഗിലേക്ക് ഒരു മോഹം വന്നിട്ട് അവർക്ക് പോലും അറിയത്തില്ലായിരുന്നു അവർക്ക് എഴുതാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അത് വായനയിൽ നിന്ന് നമുക്ക് ആ ഒരു കഴിവ് കിട്ടും എന്ന് സിദ്ധാർത്ഥന് തോന്നുന്നുണ്ടോ? അതും ഒരു ലിമിറ്റ് വരെ അതും നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഇഫ് യു റീഡ് എക്സ്റ്റെൻസിവലി നമുക്ക് ഉറപ്പാ എന്തെങ്കിലുമൊക്കെ എഴുതാൻ, ഒരു എസ്സെങ്കിൽ എഴുതാൻ പറ്റും, നമുക്ക് ഒരു വരിയെങ്കിലും എഴുതാൻ പറ്റും, നമുക്കൊരു സ്വന്തമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റോ സെന്റൻസ് എങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ഒരു കുറെ ബുക്സ് വായിച്ചാൽ. പക്ഷെ അൺടിൽ ആൻഡ് അൺലെസ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ എന്താ അറിയോ, നമ്മൾ ഇൻബോൺ ആയിട്ടുള്ള ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇമാജിനേഷനും കൂടെ അപ്ലൈ ചെയ്തിട്ട് ശരിക്കും ഒരു റൈറ്റിംഗ് വരുള്ളൂ, ഒരു പോയറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് വരുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് ഷീ വാക്സ് ഇൻ ബ്യൂട്ടി. ഷീ വാക്സ് ഇൻ ബ്യൂട്ടി എന്താ, സാധാരണ ഒരു സ്ത്രീ നടന്നു വരുമ്പോൾ അങ്ങനെ ഒരു കവിക്കാണെങ്കിൽ അങ്ങനെ തോന്നുന്നത്, ഷീ വാക്സ് ഇൻ ബ്യൂട്ടി ലൈക്ക് ദ നൈറ്റ് ഓഫ് ക്ലൗഡ്ലെസ് ക്ലൈംസ് ആൻഡ് സ്റ്റാറി സ്കൈസ്. ഇന്ന് അങ്ങനെ വർണ്ണിക്കണമെങ്കിൽ യു ഷുഡ് നീഡ് ഇമാജിനേഷൻ, ഇൻബോൺ ഇമാജിനേഷൻ. അല്ലാതെ ഒരു സാധാരണ ഒരു മനുഷ്യന്, ഒരു സ്ത്രീ നടന്നു വന്നു കഴിഞ്ഞാൽ എന്താ തോന്നുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ മനസ്സിലാക്കി, യു നീഡ് സംതിങ് ഇൻ യുവർ ബ്ലഡ്, ഇൻ യുവർ ജീൻസ്. ഇപ്പൊ എന്റെ കാര്യം പറയുന്നത്, എന്റെ ഫാമിലിയിൽ ആരും ഇല്ലേ റൈറ്റേഴ്സ്. അപ്പൊ ഞാൻ ഐ ആം എ ഇൻബോൺ. ഞാൻ കണ്ടെത്തി തേച്ച് എഴുതി 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 മിനുക്കിയെടുത്ത ഒരു എക്സ്പ്രഷൻ ആയിരുന്നു മൊത്തം. ഇനി എനിക്ക് അത് തന്നെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹം. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഐ എം ഗുഡ് ഫോർ വെരി ടീച്ചിങ്. ഞാൻ ടീച്ചറാണ്. ഐ ട്രെയിൻഡ് UPSC SSC പിള്ളേരൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പൊ സിവിൽ സർവീസ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അതൊരു പാട്ട്. അപ്പൊ ഏതാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക്, ഞാൻ പറയില്ല, ഇപ്പൊ നമ്മളിപ്പോ എന്താണ് പ്ലെയിൻ ഓടിക്കുമ്പോൾ നമുക്ക് അതിൽ ഡ്രൈവ് കയറി ഇരുന്ന് ഓടിക്കണം തോന്നുന്നു. നമ്മളിപ്പോ വലിയൊരു രാഷ്ട്രീയക്കാരനാണ്, അതുപോലെ ആവണമെന്ന് ആഗ്രഹിക്കും. നമ്മൾ എഴുതുമ്പോൾ എഴുത്തുകാരനാണ് ആഗ്രഹിക്കും. സിനിമ കാണുമ്പോൾ സിനിമ അഭിനയിക്കണം, ആ ഒരു ആഗ്രഹം വരും. അതാണ് നമുക്ക് മനുഷ്യന് എന്താ പറയാ, ഡിസൈർസ് കുറെ ഉണ്ടാവും. നമ്മുടെ ജേർണിയിൽ നമുക്ക് ഏതാണ് നമ്മൾ സ്യൂട്ട് ചെയ്യണതെന്ന് ഇറ്റ് ഷുഡ് കം. ഡെസ്റ്റിനി ഈസ് ഡിഫറെന്റ് ഫോർ എവരി വൺ. എല്ലാവർക്കും ഡിഫറെന്റ് പാർട്സ് ഡെസ്റ്റിനി. SSLCക്ക് ഫുൾ A+ കിട്ടി എന്ന് കരുതി ഈ കാൺട്ട് ബി എ ടോപ്പർ ഇൻ ലൈഫ്. തോറ്റ എത്രയോ ആൾക്കാരുണ്ട്. എനിക്ക് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള, നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ ടോപ്പേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും ഇപ്പം എവിടെയും എത്താത്തവരുണ്ട്, എത്തിയവരും ഉണ്ട്, എത്താത്തവരും ഉണ്ട്. പക്ഷെ ഒരു ആവറേജ് ആയിട്ടൊക്കെ നിന്നവര് ലൈഫിൽ സക്സസ്ഫുള്ളും ആയിട്ടുണ്ട്. ഞാൻ ആ കാറ്റഗറിയാ, ആവറേജാ. സ്കൂളിലൊന്നും വലിയ പെർഫോമൻസ് ഒന്നും ഇല്ലാത്ത വളരെ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ജേർണി എന്ന് പറയുന്നത് വളരെ വളരെ പുവർ ബാക്ക്ഗ്രൗണ്ട് ആണ് അക്കാഡമിക്കലി. അപ്പോൾ എന്നിട്ട് MAക്ക് മാത്രം റാങ്ക് കിട്ടി, 3rd റാങ്ക്. അത് ഏതായിരുന്നു എടുത്തിരുന്നത്? ഹിസ്റ്ററി. അത് മേ ബി
സിദ്ധാർത്ഥന് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെല്ലാം പഠിക്കണം, അത് നമുക്ക് ഇൻട്രസ്റ്റ് ആവണം എന്നില്ല. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പം സിദ്ധാർത്ഥന് മനസ്സിലായി സിദ്ധാർത്ഥിന് ഏത് ജേർണി കൂടെയാ പോകേണ്ടത്, അല്ലെങ്കിൽ ലൈഫിൽ എവിടെ എത്തണം, അല്ലെങ്കിൽ എന്ത് എടുക്കണം എന്നുള്ളത്. അപ്പം അതിൽ ഡെഫിനറ്റ്ലി സിദ്ധാർത്ഥ് സക്സസ്ഫുൾ ആയി എന്ന് നമുക്ക് പറയാമല്ലോ. അതെ, സ്കൂൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ എനിക്ക് മനസ്സിലായത് ഫെയിലിയറാണ്. കാരണം അമേരിക്കൻ മോഡൽ എന്ന് പറയുന്നത് അവിടെ എന്താ പറയാ പല ഇന്റലിജൻസാ. പൊതുവെ ഇത് അമേരിക്കയിൽ മാത്രമല്ല, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം ഇങ്ങനെയാണ്, ഓൾമോസ്റ്റ് ഈ സെയിം രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു കുട്ടിക്ക് അവരെ കുഞ്ഞിലെ എങ്ങനെയാണ് ജീവിക്കാനായിട്ടാണ്, അവരുടെ ലൈഫ് എങ്ങനെയാണ് നേരിടേണ്ടതെന്നാണ് പഠിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ഇവിടെയും IB സ്കൂൾസിലൊക്കെ ആ ഒരു സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ബാക്കിയുള്ളിടത്താണ് ഈ ഒരു എല്ലാ സബ്ജക്ട്സും പഠിച്ച്, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊച്ചിലെ മുതലൊരു സ്ട്രെസ് ഉള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതെ, അത് തന്നെ ശരിയാ, മാഡം പറഞ്ഞത് ശരിയാ. ഈ എന്താണ് സ്കൂൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും തന്നെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സെക്ഷൻ ഉണ്ട്, സ്റ്റേറ്റിനുണ്ട്, അതുകൂടാതെ ICSE ഉണ്ട്. 3 ആയിട്ടാണ്. പക്ഷെ അവിടെയൊന്നും അങ്ങനെയല്ല. ഇപ്പോൾ മാഡം പറഞ്ഞ കൺട്രീസിൽ, നമ്മുടെ വെസ്റ്റേൺ കൺട്രീസ് ആയാലും അമേരിക്കൻ മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിലും അവിടെയൊക്കെ പല ഡിവിഷൻസാണ്. If you're good at painting, spatial intelligence. If you're good at writing, linguistic intelligence. If you're good at technology, അതിന് വേറൊരു ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പിള്ളേരെ കഴിവ് കണ്ടെത്തി. നമ്മൾ ഈ പഠിക്കുന്ന 1 തൊട്ട് 10 വരെയുള്ള സിസ്റ്റമേ അല്ല അവിടെ വളരെ ചുരുക്കമാണ്. നമ്മൾ ഈ ഡോക്ടറേറ്റ് എന്നൊക്കെ പറയുന്നതാണ് അമേരിക്കയിലൊക്കെ ഒരു ഹൈയസ്റ്റ്. അവിടെ ഒന്നും അങ്ങനെ ഡോക്ടറേറ്റ് ഒന്നും എളുപ്പമല്ല കിട്ടാൻ. നമ്മുടെ ഇന്ത്യയിൽ 1ാം ക്ലാസ് മുതൽ ബാലി കയറാൻ മല ഇങ്ങനെ കയറിയാണ് പിള്ളേരെ പഠിപ്പിച്ച് അതിൽ എത്ര പേര് സക്സസ്ഫുൾ ആവും. അതുമാത്രം നമ്മുടെ ഇവിടുത്തെ സിസ്റ്റേ നമ്മുടെ ഫെയിലിയറാണ്. എന്നിട്ട് അധ്യാപകരുടെ അപ്രോച്ച് അവിടെ ചൂരലൊന്നുമില്ല, ഇവിടെ എത്ര ചൂരല. ഇപ്പോഴും അടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും അടിക്കുന്ന സ്കൂളുകളുണ്ട്, അടിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അടിച്ചാൽ മാത്രമേ കുട്ടികൾ നന്നാവൂ എന്ന് വിചാരിക്കുന്ന മൈൻഡ് സെറ്റ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പം അത് മാറി വരേണ്ട സമയമായിരിക്കുന്നു. കുട്ടികൾക്ക് എന്താണോ ആഗ്രഹം അവരെ അതിൽ സപ്പോർട്ട് ചെയ്ത് അതിനെ വളർത്തിയെടുക്കാൻ കുഞ്ഞിലെ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അതൊരു മോട്ടിവേഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ ഫെയിൽഡ് പ്രൊഡക്ട്സാ ഇവരൊക്കെ. ഞാൻ കളിയാക്കി പറയല്ല, ശരിക്കും ആൾക്കാർ ഹിറ്റ്ലർ ഇറ്റ്സ് എ ഫെയിൽഡ് പ്രോഡക്റ്റ്. അവരുടെ സ്കൂളിംഗ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാ. മിക്ക ഏകാധിപതികളും എന്താ പറയാ, അവർ ഫെയിൽഡ് പ്രോഡക്ട്സ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ കിട്ടിയ പീഡനം, ടോർച്ചർ, അത് സ്കൂളാവാം, ചില വ്യക്തികളുടെ തന്നെ ആവാം. മെയിനായിട്ട് സ്കൂളാണ് ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് സഹായിക്കുന്നത് സ്കൂളാണ്. ആദ്യം അവൻ ജനിച്ചിട്ട് ഒരു 5 വയസ്സായി നെക്സ്റ്റ് അവൻ സ്റ്റെപ്പ് കയറുന്നത് സ്കൂളിലാണ്. സ്കൂളിൽ നടക്കുന്ന അനുഭവങ്ങളാണ് ടീച്ചേഴ്സ് എന്താണ് അവനെ പഠിപ്പിക്കുന്നത്. ദാറ്റ് മേക്സ് ഹിം ദ നെക്സ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. അവൻ നല്ലൊരു സിറ്റിസൺ ആവണമെങ്കിൽ അവൻ എന്താണ്, പിന്നെ അവനെ മോൾഡ് ചെയ്യണ സ്കൂളാണ്. ഞാൻ പഠിച്ചത് ഫുൾ സർക്കാർ മീഡിയ. എന്റെ എഴുത്ത് ഇപ്പൊ ലോകം മൊത്തം ചുറ്റിന് എന്റെ സ്കൂൾ എന്നെ സഹായിച്ചിട്ടില്ല. യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. അതാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് വലിയ ഇംഗ്ലീഷ് ഒന്നും കിട്ടിയിട്ടില്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക്. ഇവിടെ ടോക്കച്ച് ഒന്നല്ല ഞാൻ പഠിച്ചത്, ടോക്കച്ച് വേൾഡ് ക്ലാസ് സ്കൂൾസ് ഒന്നല്ല, വളരെ സാധാ മീഡിയത്തിൽ പഠിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്കറിയാം വാട്ട് ഈസ് ഡിഫറെന്റ് ബിറ്റ്വീൻ ഒരു പ്രൊലിഫിക് സ്കൂളിംഗ് ആൻഡ് നമ്മുടെ സാധാരണ സർക്കാരിന്റെ സ്കൂളിംഗ് എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഓക്കെ, അപ്പം ഇത്രയും നേരവും നമ്മളോട് സംസാരിച്ച സിദ്ധാർത്ഥിനൊരു വലിയ താങ്ക് യു പറയുന്നു. ആൻഡ് സിദ്ധാർത്ഥിൻ്റെ സ്റ്റോറി ഈസ് ഇൻസ്പയറിങ് ആൻഡ് നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾക്കും സെയിം അഭിപ്രായം ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി, ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഹിഡൻ ടാലൻറ്റ് എന്തെങ്കിലും ഉണ്ട്, അത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഈ വീഡിയോ, ഇൻസ്പയറിംഗ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.